നമസ്കാരം. ഫിസിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ മെയിൻസ് പരീക്ഷയിലെ 20 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചർച്ച ചെയ്യാം എന്നാണ്, സോൾവ് ചെയ്യാം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം 81ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് 32 സ്ക്വയർ വർഗം, 32ൻ്റെ സ്ക്വയർ എന്നാണ്, വർഗം എത്രയാണ്? 1024 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഈ 0.001024ൻ്റെ വർഗമൂലം എത്രയാണ്? ഓക്കെ അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം, ഓർത്ത് വെച്ചോ. ഈ പോയിന്റ് വരുന്ന ഒരു സംഖ്യയുടെ വർഗമാണ്, ഈ പോയിന്റ് വരുന്ന ഒരു സംഖ്യയുടെ വർഗമൂലമാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ആ തന്നിട്ടുള്ള സംഖ്യയുടെ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കാം. എത്ര അക്കങ്ങളുണ്ട്? ഈ 0.001024ന് പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 അക്കങ്ങളില്ലേ? എങ്കിൽ അതിൻ്റെ വർഗമൂലത്തിൽ എത്ര അക്കങ്ങൾ മാത്രമേ ഉണ്ടാകൂ? 3 അക്കങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതാം. 3 അക്കങ്ങൾ മാത്രമേ ഈ സംഖ്യയുടെ വർഗമൂലത്തിനുണ്ടാവൂ. അപ്പം പോയിന്റിന് ശേഷം പോയിന്റ് വരുന്ന ഒരു സംഖ്യയുടെ വർഗമൂലം കാണുമ്പോൾ എങ്കിൽ ആ ഉത്തരത്തിന് നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിന് എത്ര, ആ പോയിന്റിന് ശേഷം വരുന്ന സംഖ്യയുടെ പകുതി അക്കങ്ങൾ മാത്രമേ നമ്മുടെ ഉത്തരത്തിന് ഉണ്ടാവൂ. അപ്പം ആ സംഖ്യ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരയിട്ട് വെക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് 32ൻ്റെ സ്ക്വയർ എത്രയാണ്? 1024 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ 1024 നമുക്ക് ചോദ്യം തന്നിട്ടില്ലേ? ഈ ചോദ്യം തന്നിട്ടില്ലേ? ഇത് എത്രയായിരിക്കും ഉത്തരം വരിക? ഈ റൂട്ട് 1024 എത്രയായിരിക്കും? 32 ആ 32 എന്നതിനെ നമുക്ക് കിട്ടേണ്ട ഉത്തരമല്ലേ, അതിൻ്റെ 32 ഇങ്ങനെ എഴുതാം. ഇനിയോ ഇവിടെ വേക്കൻ്റ് ആയി കിടക്കുന്നത് എത്രയാണ്? ഒരു ഭാഗമല്ലേ, അവിടെ വേക്കൻ്റ് 0 എന്നിടാം. ഇനി ഇവിടെ എത്രയാണ്? ഒരു പോയിന്റ് ഇടാം. അപ്പോൾ നമ്മൾ ഉത്തരം എത്രയാണ്? 0.032 ആയിരിക്കും ഉത്തരം. ഓക്കെ അല്ലേ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം പോയിന്റിന് ശേഷം ഇത്ര മാത്രം ഓർക്കുക. പോയിന്റ് വരുന്ന ഒരു സംഖ്യയുടെ വർഗമൂലം കാണാൻ ആ സംഖ്യയുടെ പോയിന്റിന് ശേഷം ആ സംഖ്യക്ക് എത്ര അക്കങ്ങളുണ്ടോ അതിൻ്റെ നേർപകുതിയായിരിക്കും ആ വർഗമൂലത്തിൻ്റെ അക്കങ്ങളുടെ എണ്ണം. ഇവിടെ 6 അക്കങ്ങളുണ്ട് എങ്കിൽ നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിൽ എത്ര അക്കങ്ങളുണ്ടാവും? 3 അക്കങ്ങളുണ്ടാവും. എത്ര? 1, 2, 3 അക്കങ്ങളുണ്ടാവും. പോയിന്റിന് ശേഷം 3 അക്കങ്ങളുണ്ടാവും. ഇനി 1024ൻ്റെ വർഗമൂലം എത്രയാണ്? അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 32 ആണ്. എത്രയാണ്? 32. ആ 32നെ ഇവിടെ എഴുതുക. ഇവിടെ ഇടത്തു നിന്ന് എഴുതണേ, വലത്തു നിന്ന് എഴുതാൻ വേണ്ടി പാടില്ല, ഇടത്തു നിന്നും എഴുതുക. 32 എന്ന് എടുത്ത് എഴുതുക. അതിനുശേഷം ഈ വേക്കൻ്റായി കിടക്കുന്ന ഈ ഭാഗത്തിലെ, ഇവിടെ വേക്കൻ്റ് അല്ലേ, അവിടെ എഴുതുക 0 എടുത്തെഴുതുക. എന്തെഴുതുക? 0 എന്നെടുത്തെഴുതുക. അപ്പം എത്രയാണ് ഉത്തരം? 0.032 ആണ്. ഓക്കെ അല്ലേ? അപ്പം √0.001024ൻ്റെ വർഗമൂലം എത്രയാണ്? 0.032. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റ് അല്ലേടാ? ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ, 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പം ഏതൊരു സംഖ്യ തന്നിട്ടും അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആ തന്നിട്ടുള്ള സംഖ്യയെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്യുക. 28നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 28നെ 2 കൊണ്ട് പൂർണ്ണമായി പോകില്ലേ? എത്ര എഴുതാം? ഈ 14 എഴുതാം. ഇനി 14 2 പൂർണ്ണമായിട്ട് പോകില്ലേ? എത്ര പോവും? 7 തവണ പോവും. ഇനി 7നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് അടിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഈ സൈഡിൽ തന്നിട്ട് ഈ LCM, നമ്മൾ LCM കാണുന്ന അതേ മെത്തേഡ് തന്നെ. എങ്ങനെ എടുത്തെഴുതുക? ആ സംഖ്യ എടുത്തെഴുതുക. 2 × 7 എന്നെടുത്ത് എഴുതിക്കൂടെ? ഇനി ഈ 2 × 2 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ × 7⁻1 എന്ന് എഴുതിക്കൂടെ? ഇനി നെക്സ്റ്റ് ആണ് ഈ 2ൻ്റെ പവർ ഇല്ലേടാ. ഈ 2ൻ്റെ പവറിൻ്റെ കൂടെ, ഈ 2ൻ്റെ പവർ ഏതാണ്? 2 അല്ലേ? ഇതിൻ്റെ കൂടെ 1 കൂട്ടി എഴുതുക. 2 + 1. ഇനിയോ ഇവിടെ 7ൻ്റെ പവർ എത്രയാണ്? 1 അല്ലേ? ഇനി ആ 1ൻ്റെ കൂടെ 1 കൂടി കൂട്ടി എഴുതുക. 1 + 2. ഓക്കെ, 1 + 1 എത്രയാണ്? 2 കൂട്ടി. ഇത് 3 × ഇത് 2 = എത്രയാണ്? 6. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
ഒന്നുകൂടി ഞാൻ പറയാം, ഏതൊരു സംഖ്യയുടെയും ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആ സംഖ്യയെ തന്നിട്ടുള്ള സംഖ്യയെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താക്കുക, ഘടകക്രിയ ചെയ്യുക. അപ്പം നമുക്ക് തന്നിട്ടുള്ള സംഖ്യ ഏതാണ്? 28 ആണ്. 28നെ ഘടകക്രിയ ചെയ്താൽ 2 പൂർണ്ണമായിട്ട് പോവും, 14 നമുക്ക് എന്താക്കാം, 2 അങ്ങനെ 7. ഓക്കെ, ഇനി 7 പൂർണ്ണമായിട്ട് അടിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ സംഖ്യ, ഈ സൈഡ് തന്നിട്ടുള്ള ഈ സംഖ്യ എങ്ങനെ എഴുതുക? 2 into 7 എന്നെടുത്ത് എഴുതുക. ഇതിന് നമുക്ക് 2 square into 7 raised to 1 എഴുതാം. ഈ 2ന്റെ പവറിന്റെ കൂടെ 1 കൂട്ടുക, 2 + 1 into ഈ 7ന്റെ പവറിന്റെ കൂടെ എത്രയാണ്? 1 അല്ലേ, അതിന്റെ 1 കൂടി കൂട്ടി എഴുതുക, തമ്മിൽ ഗുണിക്കുക. എത്രയാണ്? 3 into 2 = 6. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യെസ്. ഇനി നെക്സ്റ്റ് 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 3 + 6 + 9 + etc. + 180 എത്രയാണ്? ഓക്കെ അല്ലേ? അപ്പം 3 എന്താണ് പൊതുവ്യത്യാസം, എന്താണ് 3 പൊതുവ്യത്യാസം വരുന്ന സംഖ്യകളുടെ 180 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ് എന്ന് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആദ്യ പദം തന്നിട്ടുണ്ട്, അവസാന പദം തന്നിട്ടുണ്ട്. ഇങ്ങനെ ആദ്യ പദവും അവസാന പദവും തന്നാൽ എന്താണ് ആ സംഖ്യയുടെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നാൽ ആ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? അത് n/2 × a + l എന്നാണ്. എന്താണ്? a + l. അപ്പം a എന്താണ്? a ആദ്യ പദം 3 ആണ്. എങ്കിൽ l എന്താണ്? അവസാന പദം 180. ഓക്കെ അല്ലേ? ഇനി നമുക്ക് n വേണ്ടടാ, n വേണം. ഇനി n വേണം. n കണ്ടെത്താൻ എങ്ങനെയാണ്? ഈ ഒന്നാം പദം നോക്കിയേ, ഒന്നാം പദം അത് 3 × 1 അല്ലേ? യെസ്, ഒന്നാം പദം 3 × 1. ഇനി രണ്ടാം പദം എന്താണ്? 3 × 2. ഓക്കെ, ഇനി മൂന്നാം പദം എന്താണ്? 3 × 3 അല്ലേ? 9. ഇത് മൂന്നാം പദം. ഇനി നാലാം പദമാണെങ്കിലോ 3 × 4 = 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് 60ാമത്തെ പദം എന്തായിരിക്കും? അല്ലെങ്കിൽ എന്താണ് 180 എന്ന് പറയുന്നത് 3 × ഡാഷ് ആയിരിക്കും. എത്ര? 180. ഓക്കെ അല്ലേ? എങ്കിൽ ഈ എത്രയായിരിക്കും? 3 × 60. ഓക്കെ അല്ലേ? അപ്പം 60ാമത്തെ പദമായിരിക്കും 180. എത്രാമത്തെ? 60ാമത്തെ പദം. അതായത് n = എത്രയാണ്? 60 എന്ന് കിട്ടി. എത്ര കിട്ടി? n = 60 എന്ന് കിട്ടി. എങ്കിൽ ഇക്വേഷൻ എന്താണ്? സിംപ്ലിഫൈ ചെയ്താൽ യെസ്, 60 / 2 × 180 + 183 എത്ര കിട്ടും? ഇത് 30 അല്ലേ? 30 × 183 എത്രയാണ് ഉത്തരം? 5490. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി കിട്ടാത്ത കൂട്ടുകാർക്ക് ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് കാണേണ്ട എന്താണ്? സമാന്തര ശ്രേണി എന്താണ്? യെസ്, 3 + 6 + 9 + etc. + 180 ആണ്. എങ്കിൽ നമുക്കറിയാം ആദ്യ പദവും അവസാന പദവും, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നാൽ ആദ്യ പദം a, അവസാന പദം l, ലാസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പം ആദ്യ പദവും അവസാന പദവും തന്നാൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? n/2 × a + l. ഓക്കെ അല്ലേ? നമുക്കിവിടെ ആദ്യ പദം തന്നിട്ടുണ്ട്, അവസാന പദം തന്നിട്ടുണ്ട്. എന്നാൽ നമ്പർ ഓഫ് ആ സമാന്തര ശ്രേണിയിലെ അക്കങ്ങളുടെ ടോട്ടൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാനില്ല. ഇതാണ് ഇവിടെ ഒന്നാം പദം 3 തന്നിട്ടുണ്ട്. ആ 3 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 1 എഴുതാം. രണ്ടാം പദം 3 × 2 എന്ന് എഴുതിക്കൂടെ? അപ്പം 9നെ എന്ത് എഴുതാം? 3 × 3 എഴുതിക്കൂടെ? എങ്കിൽ നമുക്ക് 180നെ എങ്ങനെ എഴുതാം? 3 × 60 എന്ന് എഴുതാം. ഈ 60 ആണ് ഏത്? നമ്പർ ടോട്ടൽ ആ സമാന്തര ശ്രേണി അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? 60. എങ്കിൽ നമുക്ക് അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 60 / 2 × ആദ്യ പദം എത്രയാണ്? 3 ആണ്. അവസാന പദം എത്രയാണ്? 180 ആണ്. അപ്പം 30 പോവും. എങ്കിൽ 30 × 183 എത്രയാണ്? 5490. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 84ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? 3 × 10 + 5 × 1 + 8/10 + 3/1000. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബോർഡ് മാർക്സ് അനുസരിച്ചിട്ട് എന്താക്കുക? മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ്? 3 × 10 30 പ്ലസ് എന്താണ് 5 × 1 എത്രയാണ്? 5 പ്ലസ് 8 / 10 പ്ലസ്
3/1000,000. ഓക്കെ അല്ലേ? നമുക്കറിയാം യെസ്, ഒരു സംഖ്യനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താക്കണം? യെസ്, എത്ര എന്നാണ് എത്ര പൂജ്യമുണ്ടോ ആ അക്കങ്ങൾക്ക് ശേഷം 0 ഇടണം അല്ലേ? അപ്പം എങ്ങനെയാണ്? 8/10 എത്രയാണ്? 0.80. എങ്കിൽ 3/1000 എത്രയാണ്? 0.003. ഓക്കെ അല്ലേ? ഇനി നമുക്കിതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പം 30 + 5 + എങ്ങനെയാണ്? 0.80 പ്ലസ് 0.003. ഇപ്പം എത്ര ഉത്തരം വരിക? 30853. 35.803. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ 15%. അപ്പം ഒരു സംഖ്യയുടെ ശതമാനം കാണാൻ എങ്ങനെയാണ്? എക്സിൻ്റെ 15% കാണാൻ വേണ്ടിയിട്ട് x × 50/100. ഇത് വൈയുടെ 40% തുല്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം വൈയുടെ 40%, y × 40/100. ഓക്കെ അല്ലേ? അപ്പം എക്സിൻ്റെ 15%-വും വൈയുടെ 40%-വും തുല്യമാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? x × 50/100 = y × 40/100. ഓക്കെ അല്ലേ? അപ്പം ഈ സമത്തിൻ്റെ എന്താണ്? ഇടതും വലതും /100 ഇല്ലേ? അത് നമുക്ക് എന്താക്കാം? അപ്പുറം ഇപ്പുറം ഉള്ളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? x × 50 = y × 40 എന്ന് കിട്ടിയില്ലേടാ? യെസ്. അത് നമുക്ക് എന്താക്കാം? ഇനി ഈ x ഇല്ലേടാ? ഈ x / y = 40/, എന്തെഴുതാം? 15 എഴുതി കൂടെ? ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, 15നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം x / y എന്നാൽ എന്താണ്? x = y എന്നാണ് അർത്ഥം. അപ്പം 40/50 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 40:15. നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്താം? 5 40 എത്ര പോവും? 8 പ്രാവശ്യം പോവും. 3 എത്ര പോവും? ഇത്. അപ്പം x = y = എത്രയാണ്? 8:3. യെസ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റില്ലേടാ? യെസ്. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? നമുക്കറിയാം ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തീവണ്ടി ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരമാണ് 90 കിലോമീറ്റർ. എങ്കിൽ ഒരു മണിക്കൂർ 1 അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് അല്ലേടാ? 60 മിനിറ്റ്. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. എങ്കിൽ ആ ഒരു മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ ഒരു മിനിറ്റിൽ ആ എന്താണ് തീവണ്ടി 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചു? യെസ്, 90/60 = 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. അപ്പം ഒരു മിനിറ്റിൽ എത്ര? 1.5 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ 15 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? യെസ്, 15 × 1.5 കിലോമീറ്റർ = 22.5 കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ. 1250 രൂപ എത്രയാണ്? 1250 രൂപ 5% നിരക്കിൽ 5% എത്രയാണ്? 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വ്യക്തി എന്താണ് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ എത്ര രൂപയാണ് ഇടുന്നത്? 1250 രൂപ നിക്ഷേപിക്കുന്നു. ഇനിയോ അയാൾക്ക് കിട്ടുന്ന എത്രയാണ്?
5 വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടെത്തണം. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് 1750 രൂപ ലഭിച്ചു, തിരികെ ലഭിച്ചു. അപ്പം 1750 രൂപ നിക്ഷേപിച്ചിട്ട് 1750 രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ അയാൾക്ക് പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടി? 500 രൂപ കിട്ടി. എത്ര? പലിശ രൂപത്തിൽ 500 രൂപയാണ് കിട്ടിയത്. നമുക്കറിയാം ഒരു സാധാരണ ബാങ്കിൽ, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് I = PNR/100 ആണല്ലേ ഇക്വേഷൻ? യെസ്, 100. അപ്പം സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് പലിശ കണക്കാക്കാൻ I = PNR/100 ആണ്. അപ്പം ഇവിടെ I എത്രയാണ് നമുക്ക് കിട്ടി? I എന്താണ്? പലിശ അല്ലെ, ഇൻട്രസ്റ്റ് എത്രയാണ്? 500 കിട്ടിയല്ലേ? 500 നമ്മൾ പ്രോഫിറ്റ് ഇട്ട പൈസ എത്രയാണ്? 1250 രൂപ. 1250 രൂപ നിക്ഷേപിച്ചു. നമുക്ക് കണക്കാക്കണം. റേറ്റ് എത്രയാണ്? 5% നിരക്കാണ്. ഡിവൈഡ് ബൈ എത്രയാണ്? 100. ഓക്കെ അല്ലേ? ഈ 0 നമുക്ക് കട്ടാക്കാം. ഈ 5 എത്ര? ഇതിൽ 2 തവണ പോകും. ഓക്കെ അല്ലേ? ഇനി ഈ 2നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പുറം കൊണ്ടുവരാം. അപ്പം 500 × 2 = 125 × n കിട്ടൂലേ? നമുക്ക് ഈ n അല്ലേടാ കാണേണ്ടത്? യെസ്. അപ്പം ഈ 125നെ നമുക്ക് ഇപ്പുറം കൊണ്ടുവരാം. എത്രയാണ്? 500 × 2 / 125. ഓക്കെ അല്ലേ? ഇനി 1000 എന്താണ്? 1000 × 1000 ഹരിക്കണം 125 എത്രയാണ്? യെസ്, ഉത്തരം 8 വർഷം. എത്രയാണ്? n = 8 വർഷം. സെറ്റില്ലേടാ? അപ്പം ഇൻട്രസ്റ്റ്, ഒരു സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇൻട്രസ്റ്റ് I = PNR/100 ആയിരിക്കും. 100 ആയിരിക്കും. യെസ്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760 എന്താണ്? 800, 760, 80, 750, 720 എന്നിങ്ങനെയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6ാം ദിവസത്തെ കൂലി എത്രയാണ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട്. എത്രയാണ്? 775 രൂപ എന്ന് തന്നിട്ടില്ലേ? അപ്പം ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ഹരിക്കണം ദിവസം. എത്രയാണ്? 6 ദിവസം. എത്രയാണ്? 775 എന്ന് തന്നിട്ടില്ലേടാ? യെസ്. അപ്പം ശരാശരി കാണാൻ വേണ്ടിയിട്ട് ആകെ തുകയെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ആകെ ഹരിക്കണം എണ്ണമാണ് ശരാശരി. ഓക്കെ അല്ലേ? എങ്ങനെയാണെങ്കിൽ എന്താണ് തുക? എത്രയാണ്? 800 + 760 + 780 + 780 + 780 + 780 + 750 + 720 + x. 6ാം ദിവസത്തെ കൂലി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് നമുക്ക് എന്താക്കി എടുക്കാം? x / 6 = എത്ര തന്നിട്ടുണ്ട്? 6 = എത്ര? 6 = 775 രൂപ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 800 + 760 + 780 + 750 + 720 എത്ര കിട്ടും? അത് 3810 + x / 6 = 775. ഈ 6നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കൂടാ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 3810 + x = എത്ര? 775 × 6 എത്രയാണ്? 4650. എങ്കിൽ എക്സ് കാണാൻ എന്താക്കണം? 4650 ഡിവൈഡ് ബൈ ഈ പ്ലസ് 3810 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ? -3810. എത്ര പേരുണ്ടാവും? ഉത്തരം 00. 5 1 കുറച്ചാൽ 4 8 8 16 ബാക്കി 1 840. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി 840. ഓക്കെ അല്ലേടാ? യെസ്.
ഇനി നെക്സ്റ്റ് 89ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? അപ്പം ഒരു സംഖ്യയുടെ 40% എത്രയാണെടാ? 160 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? തന്നിട്ടില്ലോ, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ തന്നാൽ ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ എത്ര വരും? 160 ഇൻറ്റു 30, ഇനിയോ ഡിവൈഡ് ബൈ എന്താണ്? 40. ഓക്കെ അല്ലേ? അപ്പം 40, യെസ്. അപ്പം 30 ഇൻറ്റു എന്താണ്? യെസ്. അപ്പം എക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം 160 എത്ര പ്രാവശ്യം 40 പോവും? 4 പ്രാവശ്യം. 4 ഇൻറ്റു 30 ഈക്വൽ ടു 120. ഓക്കെ, സെറ്റല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യെസ്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 8 ഡിവൈഡ് ബൈ 10 മൈനസ് 80 ഹരിക്കണം ഡിവൈഡ് ബൈ 3. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ബോർഡ് മാസ് ഉപയോഗിച്ചിട്ട് ആദ്യം ഹരണക്രിയ ചെയ്യണമല്ലേ? അപ്പം ഹരണക്രിയ ഏതാണ്? യെസ്, 18 ഹരിക്കണം 3 എത്ര വരും ഉത്തരം? യെസ്, അത് നമുക്ക് 6 എന്ന് കിട്ടിയില്ലേടാ? 6. അപ്പം 10, അപ്പം ന്യൂമറേറ്റർ എന്ത് വരും? 6 വരും. അപ്പം ഡിനോമിനേറ്ററിൽ 6 വരും. ഇനി മുകളിൽ നോക്കാം. ഇവിടെ മുകളിൽ എന്താണ്? ഗുണനം ആദ്യം ചെയ്യണം. അപ്പോൾ ഗുണനം ചെയ്യുമ്പോൾ 12 ഇൻറ്റു 3 എത്രയാണ്? 36 വരും. ഇനി ന്യൂമറേറ്ററിൽ എന്താ വരിക? 48 8 56 അല്ലേ? അപ്പം 56 മൈനസ് 36. അപ്പോൾ ഇവിടെ പ്ലസ് 48 പ്ലസ് 8 തമ്മിൽ കൂട്ടിയാൽ 56 കിട്ടും. 56 മൈനസ് 36, ഈ മൈനസ് 36 ആണ്. മൈനസ് 36 ഡിവൈഡ് ബൈ എത്രയാണ്? ഇത് 10 കുറക്കണം 6 എത്രയാണ്? ഇത് 4 വരിക. അപ്പം ഡിനോമിനേറ്റർ 4 വരും. യെസ്, അപ്പം 20 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 5 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് യെസ് ഹരണം ചെയ്യുക, ശേഷം ഗുണനം, ശേഷം പ്ലസ്, പിന്നെ എന്താക്കുക? പിന്നെ മൈനസ്. ഓക്കെ അല്ലേ? യെസ്, താങ്ക് യു. ഇനി നെക്സ്റ്റ് 91ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 60/10 തന്നിട്ടുണ്ട്, 60 ഡിവൈഡ് ബൈ 10. ഓപ്ഷൻ ബി 1/3/5. ഓപ്ഷൻ സി 5/8. ഡി 8/5. ഈ 60/10 നമുക്ക് ചുരുക്കിക്കൂടെ? 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 8/5 എന്ന് കിട്ടൂലേ? യെസ്, 8/5 എന്ന് കിട്ടും. ഇനി ഈ 3/5 നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 5 പ്ലസ് 3 ഡിവൈഡ് ബൈ 5 എഴുതി കൂടി. അപ്പം 1 ഇൻറ്റു 5 പ്ലസ് 3 8 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടിയില്ലേ? യെസ്. ഇനിയോ സി ഇങ്ങനെ എഴുതുക, ഇത് എഴുതുക. ഇവിടെയൊക്കെ എ 8/5 ആണ്, തുല്യമാണ്. സെക്കൻഡ് 1/3/5 എന്ന് പറഞ്ഞാലും അത് 8/5 തുല്യമാണ്. ഡി തന്നത് 8/5 തന്നെയാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ് വ്യത്യാസം. അപ്പം ഒറ്റയാനാരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? നമുക്കറിയാം 10 പേർ പരസ്പരം എന്നൊരു വാക്കുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? നമുക്ക് ഇക്വേഷൻ അറിയാം. പരസ്പരം 10 പേർ പരസ്പരം നമ്മൾ പഠിച്ചത് n ആൾക്കാർ പരസ്പരം കൈ കൊടുത്താൽ എത്രയാണ്? n ഇൻറ്റു എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഇവിടെ n എത്രയാണ്? n ഈക്വൽ ടു 10 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു 9, 10 മൈനസ് 1 എത്രയാണ്? 9 ഡിവൈഡ് ബൈ 2. അപ്പം 10 5 തവണ 9 45. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം 10 പേര് പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്രയാണ്? n ഇൻറ്റു n മൈനസ് 1/2. ഓക്കെ അല്ലേ? സെറ്റല്ലേടാ? അപ്പം 45 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? എന്താണ് അവരോഹണം എന്ന് പറഞ്ഞാൽ? യെസ്, അപ്പോഴെന്താണ് അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ? അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്നും ചെറുതിലേക്ക് അവരോഹണം. ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, എങ്കിൽ അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അങ്ങനെ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ്? അപ്പം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാൽ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ്? 121. ഓക്കെ അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. 121. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യെസ്. നെക്സ്റ്റ് 94ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? BDE,
ഇ ജി എച്ച് എന്താണ് ബി ഡി ഇ കോമ ഇ ജി എച്ച് കോമ എച്ച് ജെ കെ. ഇനി നെക്സ്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ അടുത്ത പദം ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ അല്ലേ? നമുക്ക് ഇത് വളരെ സിമ്പിളാണ്. ബി കഴിഞ്ഞിട്ട് ഡി എന്നാണ് എ ബി ബി സി ഡി ഒന്നല്ലേ വിട്ടത്? യെസ്, ഒരു ഇതാണ്. യെസ്, 2 ബി പ്ലസ് 2 ആണ് ഡി. എങ്കിലോ എ ബി സി ഡി, ഡിയുടെ തൊട്ടടുത്ത സംഖ്യയാണ് ഇത് ഇ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സംഖ്യ ആരംഭിച്ചത് നമ്മുടെ ഈ അവസാനിക്കുന്ന ഇയിൽ തന്നെയല്ലേ? യെസ്. ഇനിയോ ഇ കഴിഞ്ഞിട്ട് എ ബി സി ഡി ഇ എഫ് ജി അല്ലേ? അപ്പം ഈ ഒരു അക്കം അവിടെ വിട്ടിട്ടുണ്ട്. ഇനിയോ എച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സംഖ്യയാണ് എച്ച്. ഇനിയോ നെക്സ്റ്റ് ആരംഭിക്കുന്നത് എച്ചിൽ തന്നെയാണ്. എച്ച് ഐ ഇവിടെ സൈലൻറ്റ്. ഇനിയോ ജെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സംഖ്യ. ഇനി അടുത്ത് നമുക്ക് കാണേണ്ട സംഖ്യ ആരംഭിക്കുന്നത് ഇതിൽ തന്നെ ആയിരിക്കും. അതായത് കെയിൽ ആരംഭിക്കും. കെ കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത അക്കം ഏതാണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. എൽ എന്താണ്? സൈലൻറ്റ്. എൽ സൈലൻ്റ് ആവണം. നെക്സ്റ്റ് എൽ കഴിഞ്ഞാൽ എം കഴിഞ്ഞ് തൊട്ടടുത്തത് എൻ. കെ എം എൻ. കെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകുമെങ്കിൽ വിജയൻ്റെ വയസ്സ് എത്രയാണ് എന്ന ചോദ്യം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വിജയൻ്റെ പ്രായം എത്ര എടുത്തെഴുതുക? വിജയൻ്റെ പ്രായം എക്സ് എന്ന് എടുത്തെഴുതുക. എങ്കിൽ അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. എങ്കിൽ അജയൻ്റെ പ്രായം എത്രയാണ്? എക്സ് പ്ലസ് 10. എത്രയാണ്? എക്സ് പ്ലസ് 10 ആയിരിക്കും. ഓക്കെ, വിജയൻ്റെ പ്രായം എക്സും അപ്പം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 10 വരും. ഇനി അടുത്ത വർഷം എന്ന് പറയുമ്പം വിജയൻ്റെ പ്രായം ഒന്നുകൂടും അജയൻ്റെ പ്രായം ഒന്നുകൂടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 11. വിജയൻ്റെ പ്രായം എക്സ് പ്ലസ് 1 വരും. അജയൻ്റെ പ്രായം എക്സ് പ്ലസ് 11 വരില്ലേ? യെസ്. അപ്പം അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തേക്കാൾ ഇരട്ടിയായിരിക്കും. അപ്പം അജയൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് പ്ലസ് 11 ഈക്വൽ ടു വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വിജയൻ്റെ പ്രായം എക്സ് പ്ലസ് 1 ഈക്വൽ ടു എത്രയായിരിക്കും? എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2x പ്ലസ് 2 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ എക്സ് ഇങ്ങോട്ട് പോവുക, ഈ 2 ഇങ്ങോട്ട് വരിക. അപ്പോൾ എത്രയായിരിക്കും? 9 ഈക്വൽ ടു 11 മൈനസ് 2 എത്രയാണ്? 9 ആണ്. 9 ഈക്വൽ ടു 2x മൈനസ് എക്സ് എത്രയാണ്? എക്സ്. അപ്പം എക്സ് ഈക്വൽ ടു 9 കിട്ടി. അപ്പം എന്താണ്? യെസ്, എന്താണ്? എക്സ് എന്താണ്? വിജയൻ്റെ പ്രായം. അപ്പം വിജയൻ്റെ പ്രായമാണ് പി എസ് ചോദിച്ചത്. എത്രയാണ്? 9. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി 9. ഓക്കെ, നെക്സ്റ്റ് 97ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3. ഇനിയോ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും ചെറിയ സംഖ്യ തന്നാൽ എന്താണ്? നമ്മൾ ലസാഗു ആയിരിക്കും കാണേണ്ടത്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ലസാഗു കാണാം. എന്ത് ലസാഗു കാണാം? 9, 12, 14 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലസാഗു. ഓക്കെ, അപ്പോൾ ലസാഗു കാണാൻ വേണ്ടിയിട്ട് യെസ്, അപ്പോൾ എന്തെടുക്കാം? നമുക്ക് ചെയ്തുവിടാം. യെസ്, അപ്പോൾ 2 എടുക്കാം. 2 എങ്ങനെയാണ്? 9 താഴ്ത്തി എഴുതുക. എന്താക്കുക? 12ൽ 6 പ്രാവശ്യം പോവും. അതുപോലെ തന്നെ 14 7 പോവില്ലേടാ? യെസ്. ഇനി 3 എടുക്കാം. 3 എടുത്താലോ? 3 എടുത്താൽ യെസ് 9ൽ 3 പോവും, 2ൽ പോവും, 7 താഴ്ത്തി ഇടാം. ഓക്കെ അല്ലേ? അപ്പം 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 7 എത്ര വരും? അപ്പം ഇവ തമ്മിൽ ഗുണിച്ചാൽ 252 കിട്ടും. കഴിഞ്ഞില്ല. 252 LCM. ഓക്കെ അല്ലേ? ഇനി ഈ 9ൽ നിന്ന് 3ലേക്ക് എത്ര ഡിഫറൻസ്? 6. ഈ 12ൽ നിന്ന് ഈ 6ലേക്കോ ഡിഫറൻസ് 6. 14, 8, 6 ഡിഫറൻസ്. അപ്പം ഇവ തമ്മിൽ ഡിഫറൻസ് ഈ 252ൽ നിന്നും 6 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 246. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി 98ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സൺ SUN എങ്ങനെ എഴുതി? RTTVMO. എങ്കിൽ പെൻ
എങ്ങനെ എഴുതുന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഈ എസിൻ്റെ പിന്നിലാണ് 6, എസിൻ്റെ മുന്നിലുള്ള ഇതാണ് നമ്പറാണ്, ഇതാണ് അക്കമാണ് ടി. ഓക്കെ അല്ലേ? ഇനി യുവിൻ്റെ മുന്നിലാണ് ടി, യുവിൻ്റെ ശേഷം വി, എന്നിന് മുന്നേ എം, എന്നിന് ശേഷം ഒ. അങ്ങനെയാണെങ്കിൽ പിയുടെ മുന്നിൽ ഒ, പിക്ക് ശേഷം ക്യൂ, എങ്കിൽ ഇയുടെ മുന്നിൽ ഡി, ശേഷം ഇക്ക് ശേഷം എഫ്, ഇനിയോ എമ്മിന് എന്നിന് മുന്നേ എം, ഇനിയോ എന്നിന് ശേഷം ഒ. ഒ ക്യു ഡി എഫ് എം ഒ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ, 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ ഈക്വൽ ടു എത്രയാണ്? നമുക്കറിയാം 1/5 അതേപോലെ എഴുതുക, പ്ലസ് 1/5² എത്രയാണ്? 1/25 പ്ലസ് 5³ എത്രയാണ്? 125. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ ഒക്കെ ഡിനോമിനേറ്റർ എന്താണ്? 125 ആക്കണം അല്ലേ? ഇത് 125 ആക്കണമെങ്കിൽ യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 125 എഴുതാം. അതിനുശേഷം ഈ 5നെ എന്താക്കുക? 25 കൊണ്ട് ഗുണിക്കുക. മുകളിലും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 25 കൊണ്ട് ഗുണിച്ചാൽ യെസ്, അപ്പം 25 വരും. ഇനിയോ ഈ 25നെ 125 ആക്കണമെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക. 5 കൊണ്ട് ഗുണിച്ചാൽ മുകളിനെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പം മുകളിൽ എന്ത് വരും? +5. ഇനി ഈ 125 അങ്ങനെ +1 കൊടുക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം 31/125 കിട്ടും. എത്ര ഉത്തരം വരും? യെസ്, 0.2480. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ എന്താണ് ഡിനോമിനേറ്റർ തുല്യമാക്കുക, അത് മാത്രം ആണ് നമ്മുടെ ഇവിടെ മെയിൻ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2³ × 3² 2² × 3³ എന്നീ സംഖ്യയുടെ ലസാഗു എത്രയാണ്? ലസാഗു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ആ 2 എടുത്ത് എഴുതുക. അതിനുശേഷം ഈ 2ൻ്റെ പവർ നോക്കിയേ. ഈ ഫസ്റ്റിൽ ഈ 2ൻ്റെ പവർ എത്രയാണ്? 3 ആണല്ലേ? ഈ 2ൻ്റെ പവർ 3. ഇവിടെ രണ്ടാമത് കൊടുത്താൽ 2ൻ്റെ പവർ എത്രയാണ്? 2 ആണ്. അപ്പം ഏറ്റവും വലിയ പവറുള്ള സംഖ്യ എടുത്തെഴുതുക, 2ൻ്റെ എടുത്തെഴുതുക. അപ്പം 2³ അപ്പോൾ ഈ 2³ 2² ഇവയിൽ ഏറ്റവും വലിയ പവറുള്ള എന്താണ് സംഖ്യ എടുത്തെഴുതുക, അതായത് 2³ ഇനിയോ 2³ ഇനിയോ ഇനി 3, ഈ ഇവിടെ ബേസ് 3 അല്ലേ 2ൻ്റെയും, ഈ 3 എടുത്തെഴുതുക. അതിനുശേഷം 3ൽ ഏറ്റവും വലിയ എന്താണ് പവർ വരുന്ന സംഖ്യ ഏതാണ്? 3³ അല്ലേ? 3³. ഇനി ഇവ തമ്മിൽ ഗുണിച്ചാൽ എന്താണ് ലസാഗു കിട്ടും. അപ്പം എന്താണ് 2³ എത്രയാണ്? 2³ നമുക്കറിയാം 2³ = 8 അല്ലേ? 8 × 3³ എത്രയാണ്? 27. 3 27 ആണ്. 27. ഓക്കെ, സെറ്റിലേടാ. ഇനി 8 × 27 ചെയ്താൽ യെസ്, എത്രയാണ്? 216. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്താണ് 20 മാത്സ് ആൻഡ് മെൻ്റലിബിലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.